അയ്യോ ബിസിയായിരുന്നു, തിരക്കായിരുന്നു എന്നൊക്കെ പറയുന്നവരാണോ നിങ്ങൾ? എങ്കിൽ തീർച്ചയായിട്ടും ഇത് കണ്ടിരിക്കുക. അതിനെക്കുറിച്ച് ആലോചിച്ചിട്ടുണ്ടോ? എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നതെന്ന്? നമ്മുടെ ലൈഫിൽ ആ ഒരു വ്യക്തി നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്യാത്തത് കൊണ്ട് മാത്രമാണ് നമ്മളെല്ലാവരും അങ്ങനെ പറയുന്നത്. ഒരാൾ നമ്മളോട് സുഖമാണോ അല്ലെങ്കിൽ ഹൗ ആർ യു ഡിയർ എന്ന് ചോദിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ ലൈഫിൽ നമുക്കുള്ള പ്രയോറിറ്റിയാണ് അത് സൂചിപ്പിക്കുന്നത്. ആ ഒരു സമയത്ത് നമ്മൾ തീർച്ചയായിട്ടും അവരെയാണ് നമ്മുടെ കൂടെ ചേർത്ത് പിടിക്കേണ്ടത്. നമുക്കൊരു വിഷമസന്ധി ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും അങ്ങനെയുള്ള സിൻസിയർ റിലേഷൻഷിപ്പുകൾ മാത്രമായിരിക്കും നമ്മുടെ കൂടെ ഉണ്ടാവുക. അതുപോലെ തന്നെ നമ്മൾ ചിലപ്പോൾ ചിലവരൊക്കെ മെസ്സേജ് ചെയ്തിട്ട് നമ്മൾ നോക്കിയിരിക്കും, അയ്യോ ഇയാൾ എന്താണ് ഓൺലൈൻ ആണല്ലോ, എന്തുകൊണ്ടാണ് എനിക്ക് റിപ്ലൈ തരാതെ. ചിലപ്പോൾ ഒരു ദിവസമോ 2 ദിവസമൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും റിപ്ലൈ തരുന്നത്. പക്ഷേ അയാൾ ഓൺലൈനിൽ പലപ്പോഴും വന്നിട്ടുണ്ടാവും, നമ്മുടെ മെസ്സേജുകൾ ഓപ്പൺ ചെയ്തിട്ടുണ്ടാവില്ല, പക്ഷേ ഓൺലൈനിൽ എന്തായാലും കണ്ടിട്ടും ഉണ്ടാവാം. അതിൻ്റെ കാരണം എന്താണ്? അവരുടെ ലൈഫിൽ നമുക്ക് അത്രയേ പ്രയോറിറ്റി ഉള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയുള്ളവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട്. നിങ്ങളെ ആരാണോ ആലോചിച്ച് മെസ്സേജ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ആരാണോ കാത്തിരിക്കുന്നത്, അവരെയാണ് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ കൂടുതൽ പ്രയോറിറ്റൈസ് ചെയ്യേണ്ടത്. ഒരു ഹലോ അല്ലെങ്കിൽ ഹൗ ആർ യു എന്ന് മെസ്സേജ് ചെയ്യാനായിട്ട് അവരുടെ ലൈഫിൽ നിന്ന് ഒരു മിനിറ്റോ അല്ലെങ്കിൽ ഒരു നിമിഷമോ അവരെടുത്തിട്ടുണ്ടെങ്കിൽ അയാൾക്കാണ് നമ്മൾ റിപ്ലൈ കൊടുക്കേണ്ടത്. അപ്പോൾ ഇനിയെങ്കിലും നമ്മൾ അയ്യോ ബിസിയാണ് അല്ലെങ്കിൽ തിരക്കാണ് ഒക്കെ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സാക്ഷിയോടുകൂടെ തന്നെ നമ്മൾ ഒന്ന് ചോദിച്ചു നോക്കുക. ഒരു 2 മിനിറ്റ് അല്ലെങ്കിൽ ഒരു മിനിറ്റ് ഒരു വോയിസ് മെസ്സേജ് ഇടാനോ അല്ലെങ്കിൽ ഒരു ടെക്സ്റ്റിൽ ഐ എം ഫൈൻ എന്ന് റിപ്ലൈ ചെയ്യാനോ നിങ്ങൾക്ക് സമയമുണ്ടോ ഇല്ലയോ എന്നുള്ളത്.